നമസ്തേ, ഞാൻ ഗീതാശ്വൻ. ഒരാൾ അല്ല നമ്മളൊക്കെ ജനിക്കുന്ന സമയത്തെ നമുക്കെല്ലാവർക്കും തന്നെ ഒരുപാട് യോഗങ്ങളുണ്ട് നമ്മുടെ ജാതകത്തിൽ. ചിലതൊക്കെ നല്ല യോഗങ്ങളായിരിക്കും, ചിലതൊക്കെ മോശമായ യോഗങ്ങളുമായിരിക്കും. ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ഒരറിവുമില്ലാത്തവരായിരിക്കും. എന്നാൽ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഒരു വലിയൊരു നല്ല തരത്തിലുള്ള നമ്മുടെ ഇടയിലൊക്കെ ശോഭിച്ച് നടക്കുന്ന ആൾക്കാർക്കൊക്കെ കാണുന്ന ഒരു യോഗമാണ് നീചഭംഗ രാജയോഗം അല്ലെ ചക്രവർത്തി യോഗം. നീചഭംഗ രാജയോഗം അല്ലെ ചക്രവർത്തി യോഗം. കാരണം ഈ യോഗം ഉള്ളവരൊക്കെയാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടും പോലീസ് തലപ്പത്തും നല്ല ഉദ്യോഗസ്ഥന്മാരായിട്ടൊക്കെ ഇരിക്കുന്നത്, നല്ല നേതൃത്വ ഗുണമുള്ള ജോലിയുള്ളവരെ, അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥാനമാനങ്ങളൊക്കെ ലഭിച്ച് വലിയ ഭാഗ്യശാലികളായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ജാതകരാണ് ഈ നീചഭംഗ രാജയോഗമുള്ള ജാതകർ. അത് ചന്ദ്രന് പക്ഷബലവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും നല്ലതായിട്ട് തന്നെയാണ് അവർക്ക് ഗുണപ്രദമായിരിക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ. ജനന സമയത്ത് ഏതെങ്കിലും ഒരു ഗ്രഹം നീചത്തിൽ നിന്നാൽ ആ നീചരാശിയുടെ അധിപനോ അല്ലെങ്കിൽ ആ നീചരാശി ഉച്ചക്ഷേത്രമായിട്ടുള്ള ഗ്രഹമോ ചന്ദ്രകേന്ദ്രത്തിൽ വരികയോ, ജനന സമയത്ത് ഏതെങ്കിലും ഒരു ഗ്രഹം നീചനായി നിന്നാൽ ആ നീചരാശിയുടെ അധിപനോ അല്ലെങ്കിൽ ആ നീചരാശി ഉച്ചക്ഷേത്രമായിട്ടുള്ള ഗ്രഹമോ ചന്ദ്രകേന്ദ്രത്തിൽ വരികയോ, അല്ലെങ്കിൽ ആ നീചരാശി ഉച്ചക്ഷേത്രമായിട്ടുള്ള ഗ്രഹമോ നീചരാശിയുടെ അധിപനായ ഗ്രഹത്തിൻ്റെ ഉച്ചരാശി അധിപനോ ഇവരിലേതെങ്കിലും ആട്ടെ ഒരു ഗ്രഹം ലഗ്നകേന്ദ്രത്തിൽ വന്നാലും ഈ നീചഭംഗരാജയോഗം അല്ലെ ചക്രവർത്തി യോഗം സംഭവിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പം ഈ രണ്ടും നീചഭംഗ യോഗങ്ങൾ തന്നെ ഇങ്ങനെ ആയിട്ട് വന്ന് ചന്ദ്രകേന്ദ്രത്തിൽ വന്നാലും ലഗ്നകേന്ദ്രത്തിൽ വന്നാലും നീചഭംഗ രാജയോഗം തന്നെ ഉണ്ടാകും. ഫലം: ഈ യോഗമുള്ളവൻ ധാർമ്മികനാണ്, ഒരു ചക്രവർത്തിക്ക് സമമായ ഉന്നത പദവികളും ഭാഗ്യാദികളും ഉള്ളവനായിരിക്കും. ഉന്നത പദവികളും ഭാഗ്യാദികളും ഒക്കെ ഈ വ്യക്തിയെ കാത്തിരിക്കുന്നതായിരിക്കും. വലിയ ഉദ്യോഗലബ്ധി ഉണ്ടാകും, സ്ഥാനമാനാദി പദവികളുണ്ടാകും. പക്ഷേ ഇങ്ങനെ ഉദ്യോഗലബ്ധി നല്ല ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗലബ്ധിയുള്ള ആൾക്കാരും പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മന്ത്രി അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെയൊക്കെ ജാതകം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നീചഭംഗ ചക്രവർത്തി യോഗം അതിൽ കാണും. ഇനി യാതൊരു സംശയമില്ല. ഇങ്ങനെ മറ്റുള്ള നല്ല യോഗം ആയാലും ഒരു ഗ്രഹം നീചമായിട്ട് നിൽക്കുമ്പോൾ അതുപോലെ കിട്ടുന്ന ഈ നീചഭംഗ രാജയോഗത്തിനാണ് ഏറ്റവും മൂല്യതയുള്ളത്, ഏറ്റവും അനുഭവയോഗ്യമായി വരുന്നത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഗ്രഹനിലയിൽ ഇങ്ങനൊരു യോഗമുണ്ടോ എന്ന് നോക്കുക. അതുപോലെ നമ്മുടെ മക്കളുടെ ഗ്രഹനിലയിൽ ഇങ്ങനൊരു യോഗമുണ്ടോ എന്ന് നോക്കുക. പിന്നെ ഇങ്ങനെയൊക്കെ ഒരു യോഗം ഉണ്ടെങ്കിൽ പോലും അനുഭവയോഗ്യമാകാത്തവരും ഉണ്ടേ. ഒട്ടനവധി പേര് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അവരുടെ ജാതകം നോക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരിയുള്ള നീചഭംഗ രാജയോഗമൊക്കെ കാണുന്നുണ്ട്. പക്ഷേ പ്രായം 70 80 ഒക്കെ പ്രായം ചെന്നിട്ട് പോലും ഇവർക്കൊരു യോഗം ഉണ്ടാകുന്നില്ല. ചില ആൾക്കാർക്ക് 80ാമത്തെ വയസ്സിലായിരിക്കും ഈ സ്ഥാനമാന ലബ്ധികളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെയുള്ള ഈ രാഷ്ട്രീയ തലത്തിലൊക്കെ വിജയിച്ച മന്ത്രിമാരൊക്കെ അത് കണ്ടിട്ടില്ലേ? അത് ഏത് സമയത്താണ് ഇതിന് നീചഭംഗം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്രഹനില നോക്കി മനസ്സിലാക്കിയാലേ പറ്റൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാ ഗ്രഹനില ഇങ്ങനൊരു യോഗമുണ്ടോ എന്ന് കൊണ്ട് നോക്കണം. അത് നിങ്ങൾക്ക് അനുഭവയോഗ്യമാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു നല്ലൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് ഇത് കൊണ്ട് കാണിച്ചാൽ പുള്ളി പറഞ്ഞു തരും ഇങ്ങനെയുള്ള യോഗമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഓക്കെ, നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള ഈ യോഗം ഉണ്ടോ എന്ന് നോക്കുമല്ലോ. ഇനി അടുത്തത് പഞ്ചമഹാപുരുഷ യോഗം. അതുമായിട്ടായിരിക്കും ഇനി അടുത്ത
വീഡിയോയിലൂടെ ഞാൻ വരുന്നത്. ഓക്കെ.